2024 ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള 3 മണ്ഡലങ്ങളാണ്. ഒന്ന് വയനാടും പിന്നെ ഒന്ന് ചേലക്കരയും പാലക്കാടും. അതിൽ പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ പുനഃക്രമീകരണത്തിന് ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് 18,840 വോട്ടുകൾ ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ഏരിയയിൽ, അതായത് ഒരു കാസ്റ്റ് വൈസ് ആയിട്ട് പറഞ്ഞാൽ, മതപരമായിട്ട് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റി ഏരിയയിൽ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കൃഷ്ണകുമാറിന് കിട്ടിയതിനേക്കാൾ വലിയ തോതിലുള്ള വോട്ടുകൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെയുള്ള പാലക്കാടുള്ള ചില സ്ഥലങ്ങളൊക്കെ തന്നെ വഖഫ് ഏറ്റെടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്ന വലിയ തോതിലുള്ള വർഗീയ ചുവയുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ക്യാമ്പയിനുകൾ നടത്തിയിട്ടും അതൊന്നും കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തെ അവിടെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ തടുത്തു നിർത്താൻ കഴിയാതിരിക്കുമ്പോൾ പോലും ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തിയൊരു കാര്യമെന്ന് പറയുന്നത് PDPയുടെയും SDP-യുടെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ വേണ്ട എന്ന് കോൺഗ്രസ് വ്യക്തമായിട്ട് പറഞ്ഞില്ല. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയൊക്കെ വോട്ടുകൾ വേണ്ടെന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു വർഗീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ വർഗീയ മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെയും ഒന്നും വോട്ടുകൾ വേണ്ട എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അത് ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്താണെങ്കിൽ ഈ വർഗീയതയ്ക്കെതിരെ വലിയ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന CPM ഒക്കെ തന്നെ PDPയുടെ വോട്ട് കിട്ടണമെങ്കിൽ പോരട്ടെ എന്ന് വെച്ചു. യഥാർത്ഥത്തിൽ ഇവർ ഓരോരുത്തരും ചില നിലപാടുകളൊക്കെ എടുക്കുന്നത് ഓരോ സമയത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ SDP-ഐ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് നമുക്കറിയാം കോൺഗ്രസിന് പിന്തുണക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് തൊട്ടടുത്ത ദിവസം തന്നെ അത്തരത്തിലൊരു പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ ആ കാര്യം നിങ്ങൾക്കറിയാം, കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. പക്ഷേ കഴിഞ്ഞ PFIയുടെ നിരോധനത്തിനൊക്കെ ശേഷം ഏതാണ്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 കൊല്ലത്തോളം ഈ SDP-യെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ നമ്മുടെ PDP പോലെയുള്ള പാർട്ടികളുമൊക്കെ സൈലൻ്റ് ആയിരുന്നു. വലിയ തോതിലുള്ള തലപൊക്കലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. PFI നിരോധിച്ചതിന് ശേഷം ആ PFIയുടെ തന്നെ രാഷ്ട്രീയ രൂപമാണ് SDP-ഐ. ആ PFIയിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അവരൊക്കെ തന്നെ മറ്റു പല പാർട്ടികളിലൊക്കെ ചേക്കേറി. കുറച്ച് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളും മേജറായിട്ട് കൂടി ബുദ്ധിയുള്ള ആളുകളൊക്കെ തന്നെ CPM-ലേക്കാണ് ചേക്കേറിയത്. കാരണം പിന്നെ പോലീസിനെ പേടിക്കണ്ടല്ലോ എന്ന് വെച്ച്. അപ്പോൾ രാവിലെ CPM-ഉം വൈകുന്നേരം SDP-യും ഒക്കെ ആയിട്ടാണ് അവർ ജീവിച്ചു പോരുന്നത് മറ്റു പല മണ്ഡലങ്ങളിൽ. പക്ഷേ ഇത്തവണ SDP-ഐ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ്സിനാണ്. ആ കോൺഗ്രസ്സിനായതുകൊണ്ട് തന്നെ ആ പിന്തുണ വേണ്ടെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പിന്തുണ സൈലൻ്റ് ആയെങ്കിലും മേടിച്ചത് കൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ ചില ഡാമേജുകൾ കോൺഗ്രസ്സിനുണ്ടാകുമെന്നും അതിനൊക്കെ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ശേഷം തന്നെ അത് വലിയ തോതിൽ കോൺഗ്രസ്സിനെ പോലും ഞെട്ടിച്ചൊരു കാര്യം, SDP-ക്കാർ വന്ന് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ SDP-ക്കാർ വന്ന് CPM-ൻ്റെയൊക്കെ ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് വലിയ തോതിൽ പ്രകടനം നടത്തിയിട്ട് പോയി. അവരല്ലെങ്കിൽ പ്രകടനത്തിലൊക്കെ വലിയ ബിരുദന്മാരാണല്ലോ. കാരണം നമുക്കറിയാം മറ്റേ അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോടാന്ന് പറഞ്ഞ മുദ്രാവാക്യമൊന്നും ഭാഗ്യത്തിന് വിളിച്ചില്ല. അത്രയും മഹാഭാഗ്യം എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പ്രകടനം നടത്തിയിട്ട് പോയി. ആ പ്രകടനം പോയത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ഡാമേജ് ഉണ്ടായി കാണും ആ സമയത്തിനകം തന്നെ. അപ്പോൾ അതിനുശേഷം അവർ പ്രകടനം നടത്തിയിട്ട് പോയി. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇവരുടെ രണ്ടാമത് ഇപ്പോൾ നേരത്തെ ഇത്രയും നാളും മാളത്തിൽ പതുങ്ങിയിരുന്നവർ പതുക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഈ CPM ആണെന്നുണ്ടെങ്കിൽ PDPയുടെ പിന്തുണയെ അവർ തള്ളിക്കളഞ്ഞില്ല. പകരം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ നമ്മുടെ SDP-യും ഒക്കെ തന്നെ മതരാഷ്ട്രവാദികളാണ്. ഇവർ രണ്ടുപേരും മതരാഷ്ട്രവാദികളാണ്. അതിൽ SDP-യും PFIയും ഒക്കെ കുറച്ചുകൂടി ഉറക്കെ പറയുകയും അവർ പുറമേ നിന്ന് യഥാർത്ഥത്തിൽ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അവരെ നമുക്ക് തിരിച്ചറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം അങ്ങനെയല്ല, അവർ ഒളിച്ചു കടത്തലാണ് പതിവ്. അവരിപ്പുറത്ത് നമ്മളോട് യെസ് എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞ യെസ് എന്ന് നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ അവരിവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ വാദോരാതെ സംസാരിക്കും. ബംഗ്ലാദേശിൽ ചെല്ലുമ്പോഴത്തേക്കും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ എന്ത് ചെയ്യും, നടുവിനിടിച്ച് ഓടിക്കും. ഇതാണ് ഇവരുടെ രീതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവരെ ഒരിക്കലും പറയുന്ന വാക്കുകൾ കേട്ടിട്ടോ ഇവർ വളരെ മയത്തിൽ പെരുമാറുന്നത് കണ്ടിട്ടോ ഒന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവരുടെ 2 മാധ്യമങ്ങളാണ്. ഒന്ന് മാധ്യമം ദിനപത്രവും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലും. ഇവർ രണ്ടുപേരും ഒളിച്ചു കിടത്തുന്നത് ഈ മൗദൂദിയൻ ആശയങ്ങളൊക്കെ കിടക്കുന്ന മതരാഷ്ട്രവാദം തന്നെയാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് ഈ മാധ്യമം പത്രത്തെക്കുറിച്ച് വളരെ ബുദ്ധിപരമായ ദൈഷ്ണികമായൊരു പത്രമാണെന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട് പണ്ട് എന്നുള്ളത് പറഞ്ഞത്
സെബാസ്റ്റ്യൻ പോളിൻ്റെ മകനാണ്. കാരണം അദ്ദേഹം സെബാസ്റ്റ്യൻ പോളിൻ്റെ വീട്ടിൽ ഈ പത്രം വരുത്തുകയും ഇവർ കൊന്നുകൊണ്ടോ നീന്തപ്പഴമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് മേടിച്ച് കഴിച്ചുകൊണ്ട് ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ആളുകൾ നടന്ന പത്രമാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ SDPIക്കാരുടെ പ്രകടനം ഇങ്ങനെ കഴിഞ്ഞെങ്കിൽ പിന്നെയാണ് ഞാൻ നോക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പത്രസമ്മേളനം വരുന്നത്. അവർക്ക് പിന്നെ അമീറേ ഉള്ളൂ, സെക്രട്ടറിയും പ്രസിഡൻ്റൊന്നുമില്ല, അവർക്ക് അമീറാണ്. അപ്പോൾ അമീർ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അമീർ പറയുന്നത് നിരവധി ഇലക്ഷനുകളിൽ CPM അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ വോട്ടുകൾ മേടിച്ചിട്ടുണ്ട്, ഞങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, രഹസ്യമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ആ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് വോട്ടുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഴയ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എന്നാണ് ഞങ്ങൾ CPMനൊക്കെ വർഗീയ പാർട്ടിയായും അതുപോലെ തന്നെ മതരാഷ്ട്രവാദികളുമായിട്ടൊക്കെ മാറിയത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ്നാട്ടിലെ ചില ജയിച്ചിട്ടുള്ള MP മാർ ഞങ്ങളുടെ കൂടി വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ ഗീർവാണം അടിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇതിലൊക്കെ സത്യമുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തരാതരം നോക്കി ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആവശ്യമുള്ളപ്പോൾ ഇവർ ഉപയോഗിക്കുകയും അല്ലാത്തപ്പോൾ മാറ്റി നിർത്തുകയും മറ്റൊരാൾക്ക് വോട്ട് കൊടുക്കുമ്പോൾ മാത്രം അവർ വൃത്തികെട്ട പാർട്ടികളാവുകയൊക്കെ ചെയ്യുന്ന പണിയുണ്ട്. ഇപ്പോഴും CPM അതുപോലെ തന്നെ PDPയെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തവണ ഞാൻ ഞെട്ടിച്ചൊരു കാര്യം, ഇങ്ങനെ 2 സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് PDPയുടെ ഒരു വെല്ലുവിളി വരികയാണ്. PDPയുടെ വെല്ലുവിളി വരുന്നത് നമ്മൾ നേരത്തെ ഞാൻ കണ്ടിട്ടുള്ളത് P ജയരാജനെതിരെയാണ്. അതായത് P ജയരാജൻ്റെ ബുക്കിൽ അബ്ദുൾ നാസർ മദനി ഈ നമ്മുടെ കേരളത്തിൽ വർഗീയത വളർത്തുന്നതിന് വലിയ കാരണമായി എന്ന് പറഞ്ഞാൽ അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അബ്ദുൾ നാസർ മദനിയുടെ പ്രസംഗം ഞാൻ മറൈൻ ഡ്രൈവിൽ കേട്ടിട്ടുണ്ട്. ആ മറൈൻ ഡ്രൈവിൽ അബ്ദുൾ നാസർ മദനിയെ കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുന്ന ഒരാൾ വന്ന് അതിഗംഭീരമായി സംസാരിക്കുന്നുണ്ട്. ആ സംസാരം എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. കാരണം ആ പ്രസംഗത്തിനിടക്ക് ആളുകൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്, പ്രസംഗത്തിനിടക്ക് തന്നെ എഴുന്നേറ്റ് നിന്ന് ജയ് വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സിരകളിലേക്ക് ഈ ലഹരി എന്ത് ചെയ്യുകയാണ്, ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയൊക്കെ. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ് ഈ കേരളത്തിൽ വലിയ കുഴപ്പങ്ങൾ സമ്മാനിച്ചത്. പക്ഷേ പിന്നെ അതിൽ നമ്മൾ കുറ്റപ്പെടുത്തൽ പറയാത്തതിൻ്റെ കാര്യം മദനി തന്നെ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മദനി തന്നെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ ചെറുപ്പത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറ്റിയ ചില തെറ്റുകളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരാൾ അങ്ങനെ മാനസികമായി വലിയ തോതിൽ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല, വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യം തന്നെയാണ് മദനി അഡ്മിറ്റ് ചെയ്ത കാര്യത്തിനാണ് പരസ്യമായ സംവാദത്തിന് P ജയരാജനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട PDP സഖാക്കൾ വന്ന് വെല്ലുവിളി നടത്തുന്നത്. പിന്നെ P ജയരാജൻ അത് കണ്ടില്ല. P ജയരാജൻ പണ്ടൊരു സമ്മേളന നഗരിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ കണ്ടിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയൊന്നുമായിട്ടും ഒരു സംവാദമില്ല. കാരണം ഇത്തരം ആളുകളായിട്ട് സംവാദം പോലും സാധ്യമല്ല വർഗീയ പാർട്ടികളുമായിട്ട് എന്നുള്ള നിലപാടാണ്. പിന്നെ CPM ഒക്കെ അതിൽ വെള്ളം ചേർത്തെങ്കിലും അദ്ദേഹം ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇനി അടുത്തൊരു പ്രശ്നം കണ്ടത് നമ്മുടെ PDPയുടെ അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, എനിക്കറിയാവുന്ന ഒരാളാണ് മുജീബ് റഹ്മാൻ. അദ്ദേഹം ചില ബിസിനസ്സുകളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ എനിക്കറിയാം അദ്ദേഹം ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹം PDPയുടെ നേതാവാണ്, സംസ്ഥാനതല നേതാവാണ്, അദ്ദേഹത്തെ അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു താടിയും അതുപോലെ തൊപ്പിയൊക്കെ വെച്ച ഒരാളിരിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് വലിയ തോതിലുള്ള വാചകങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു സോഷ്യൽ മതേതര ഫാബ്രിക്കിനെ തന്നെ വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് തന്നെയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ VD സതീശനെ ആരാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്? അദ്ദേഹം മൊല്ലാക്കയാണോ, ഉസ്താദാണോ, അതോ മതപണ്ഡിതനാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്ന് പറയുന്നത് ഈ VD സതീശൻ ഭൂമാഫിയക്കാർക്ക് വേണ്ടിയും അതുപോലെ ഇത് പണം തട്ടിയെടുക്കാനും ഇതുപോലെ ഇവിടെയുള്ള ആളുകളെ വഞ്ചിക്കാനും ഒക്കെ കൂട്ടുനിന്നിട്ടുള്ള മുസ്ലിം ലീഗിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ വർത്തമാനം പറയുന്നതെന്നും കാസയുടെ ഏജൻ്റാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു പത്രസമ്മേളനമാണ് നടക്കുന്നത്. പിന്നെ ഭാഗ്യത്തിന് ഒരു ഗുണമുണ്ടായി. കാരണം മുനമ്പത്തുള്ളവരെയൊക്കെ ഇപ്പം തന്നെ ഇറക്കി വിടണം എന്ന് പറഞ്ഞില്ല. പകരം പറയുന്നത് അവർക്ക് പുനരധിവാസത്തിന് വേറെ സ്ഥലം കൊടുക്കണമെന്നാണ് ഈ മഹാൻ ഇരുന്ന് പറയുന്നത്. അതായത് അവർക്ക് പുനരധിവാസത്തിന് വേറെ സ്ഥലം കൊടുക്കണം. ഇത് യഥാർത്ഥത്തിൽ വഖഫിൻ്റെ ഭൂമി തന്നെയാണ്. പക്ഷേ ഇതിൽ വലിയ തെറ്റ് കാണിച്ചത് ഈ പറയുന്ന ആളുകൾക്ക് പണം മേടിച്ചുകൊണ്ട് അവരെ വഞ്ചിച്ച് സ്ഥലം കൊടുത്തത് നമ്മുടെ കോളേജാണ്, ഫറൂഖ് കോളേജാണെന്നും ആ ഫറൂഖ് കോളേജിൻ്റെ ഭരണസമിതി എന്നും മുസ്ലിം ലീഗിൻ്റെ തന്നെയായിരുന്നു എന്നും അപ്പോൾ അതിൻ്റെ ഇപ്പോഴും വഖഫിൻ്റെ ബോർഡിൻ്റെ മെമ്പറായിട്ടിരിക്കുന്ന മായിൻ ഹാജി അടക്കമുള്ള ആളുകൾക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നും അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി കച്ചവടക്കണ്ണുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന അൻവർ സാദത്തിനെതിരെ, അൻവർ സാദത്ത് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇങ്ങനൊരു വർത്താനം പറയരുത് എന്നൊക്കെ പറഞ്ഞു
നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളും നമ്മുടെ ഇവിടെയുള്ള ഒരു സോഷ്യൽ ഫാബ്രിക്കിനെതിരെ, ഒരു മതേതര ആളുകൾക്കെതിരെയുള്ള യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയായിട്ടുള്ള ഒരു പത്രസമ്മേളനമായിട്ടാണ് എനിക്കത് തോന്നിയത്. പിന്നെ ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെ കുറച്ചുകൂടി മൈൽഡ് ആയതുകൊണ്ട് അത്രയും രക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഈ പറയുന്ന PDPയുടെ നേതാക്കൾ വന്ന് പറഞ്ഞത് എനിക്ക് വലിയ സംശയമുണ്ട്, ഇത് ഒരു തന്ത്രമാണോ എന്നുള്ളത്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസിനെ ഒന്ന് ക്ഷീണിപ്പിച്ചാൽ, ഞാൻ പല കാര്യത്തിൽ പറഞ്ഞ പോലെ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുകയും കോൺഗ്രസിലേക്ക് കിട്ടാവുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളെ പിടിച്ച് പുറകോട്ട് വലിക്കുകയും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ പുറകോട്ട് വലിക്കുകയും ചെയ്താൽ ഏതാണ്ട് തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെ കോൺഗ്രസ് ജയിക്കുന്ന നിരവധി മണ്ഡലങ്ങളുടെ കാര്യം പോയി കിട്ടും. പിന്നെ മലബാറിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ തന്നെ മുസ്ലിം വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടായാൽ അത് സഹായിക്കും. അത് എല്ലാം സഹായിക്കുക ഒരുപക്ഷെ CPMന് ഭരണത്തിലെത്താനായിരിക്കും. നേരത്തെയൊക്കെ കേരളത്തിലൊരു നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ 44-45%, 50% വോട്ട് വേണമെങ്കിൽ ഇപ്പോൾ 50% ഒന്നും വേണ്ട, ഒരു 38-39% മേടിച്ചാൽ പോലും ജയിക്കാം. കാരണം ബാക്കിയുള്ള വോട്ടുകൾ BJPക്കും കോൺഗ്രസിനുമായിട്ട് അങ്ങോട്ട് ഭിന്നിച്ചു പോകും എന്നുള്ളൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരു 37-38% സീറ്റ് മേടിച്ചാൽ പോലും നിരവധി സീറ്റുകളിൽ പഴയ വോട്ടൊന്നുമില്ലെങ്കിൽ പോലും CPMന് ജയിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു സാധ്യതക്കാണോ ഈ പറയുന്ന പോലെ നമ്മുടെ PDP സഖാക്കൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, ഇദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾക്കൊരു നിയമമുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇവിടെ നിയമമുണ്ട്, നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളതാണ്. എൻ്റെ പൊന്നിത് ആരാണ് ഈ പറയുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് അബ്ദുൾ നാസർ മദനിയുടെ PDP എന്ന് പറയുന്ന സംഘടനയും ഒക്കെ ഇത് പറയാൻ എന്തുകൊണ്ടും യോഗ്യരാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അവരെല്ലാം നിയമം അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 10 കൊല്ലത്തിലധികം ജയിലിൽ കിടന്നിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ താൽക്കാലികമായിട്ട് ജാമ്യം കിട്ടിയേക്കുന്നത് പോലും. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം, കാരണം വിചാരണ ഇല്ലാതെ ശിക്ഷ വിധിക്കാതെ അങ്ങനെ കിടക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായക്കാരനല്ലായിരുന്നു ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാതെ വയ്യ, ഇപ്പോഴും PDP പോലെയുള്ള പാർട്ടികൾ, മദനി മാറിയിട്ട് പോലും PDP പോലെയുള്ള പാർട്ടികൾ ഈ പണിയൊന്നും മാറ്റിവെച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇത് സംഘപരിവാറിനും BJPക്കും ഒക്കെ ആയുധം കൊടുക്കലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിൽ ആയുധം കൊടുത്തുകൊണ്ട് പോലും ഇത് ആർക്ക് നേട്ടമുണ്ടാക്കാനാണ് PDPയുടെയൊക്കെ പത്രസമ്മേളനം സഹായിക്കുക എന്നുള്ളത് ഇത് കേൾക്കുന്നവരൊന്ന് ആലോചിച്ചാൽ മതി. അവർ അൻവർ സാദത്തിനെ ക്ഷീണിപ്പിക്കുന്നു, അവർ VD സതീശനെ ക്ഷീണിപ്പിക്കുന്നു, കൂടാതെ എല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസിൻ്റെ നിലപാടുകൾ അവർ അതിനിശ്ചിതമായി എതിർക്കുന്നു. തീർച്ചയായിട്ടും ഇത് ആർക്കാണ് സഹായിക്കുക? സ്വാഭാവികമായിട്ടും ഇത് BJPയെ സഹായിക്കും, ഇത് സംഘപരിവാറിനെ സഹായിക്കും. പിന്നെ കൂട്ടത്തിൽ ഒരു തവണ 2026 തെരഞ്ഞെടുപ്പിലേക്ക് അധികാരത്തിലേക്ക് എത്താനായിട്ട് CPMനെയും ഒരുപക്ഷെ സഹായിച്ചേക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും SDPയെയും PDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ വീണ്ടും അവർക്ക് വാല് വെച്ചിരിക്കുന്നു. അവർ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു? മൂർഖനെ പോലെയൊക്കെ ചീറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേരള സമൂഹം വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടത്. ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ PDPയെയും SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ കൂടി തള്ളിക്കളയുകയും ചെയ്തില്ലെങ്കിൽ നേരത്തെ CPMന് പറ്റിയതുപോലെ തന്നെ ഒരു ഹിന്ദു വോട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇനി മതനിരപേക്ഷ മുസ്ലിം വോട്ട് ബാങ്കുകൾ വരെ ഇതിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പോഴും കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന മനസ്സെന്ന് പറയുന്നത് മതേതര മനസ്സാണ്. അവർ മതം നോക്കി എല്ലാ ആളുകളെ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ വളരെ കൃത്യമായി 25% താഴെ മാത്രം മുസ്ലിം വോട്ട് ബാങ്കുള്ള പാലക്കാട് നിന്നും അതിഗംഭീരമായി ജയിച്ചു കൊണ്ടിരുന്നതും വലിയ തോതിൽ ജനപിന്തുണയുള്ളതും ആളുകൾ അങ്ങനെ മതപരമായി ഭിന്നിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ വഖഫ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിന് വലിയ പോറലുണ്ടാക്കിയിട്ടുണ്ട്. ആ പോറലുണ്ടാക്കിയതിനേക്ക് അത് വലിയ വിള്ളലാക്കി മാറ്റാനാണ് ഈ പറയുന്ന PDPയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള പാർട്ടികളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൃത്യമായി തള്ളിപ്പറയാൻ CPMും കോൺഗ്രസും ഒക്കെ തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ 100% ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. CPMന് താൽക്കാലികമായി ഗുണം ചെയ്തേക്കാം, പക്ഷേ ലോങ് ടൈമിൽ വലിയ തോതിലുള്ള ഡാമേജ് നിങ്ങൾക്കുണ്ടാകും. ഇപ്പുറത്ത് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായും ലോങ് ടൈമിലേക്കും ഇത് വലിയ തോതിൽ അപകടമുണ്ടാക്കും.